യെശയ്യാ പ്രവചനത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: സിയോൻ വാസികളെ ആർത്തട്ടഹസിക്കുവിൻ, സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ വലിയ മഹത്വത്തോടെ നിങ്ങളുടെ ഇടയിലുണ്ട്. ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ വീണ്ടും നമ്മൾ ഒന്നിച്ച് പാടി മഹത്വപ്പെടുത്തി ആരാധിക്കുകയാണ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് ശുശ്രൂഷയാണ്. നമുക്ക് ഈ ശുശ്രൂഷ നമ്മെ സഹായിക്കുന്നത് ശാലോം ശുശ്രൂഷകനായ സിബി തോമസ് ആണ്. അദ്ദേഹത്തോട് ചേർന്ന് നല്ല ദൈവത്തെ നമുക്ക് പാടി ആരാധിക്കാൻ ശ്രദ്ധിക്കാം. പ്രിയമുള്ളവരെ, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനം ഇങ്ങനെ പറയുകയാണ്: എന്താണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവഹിതം? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുക. ഇതാണ് യേശുക്രിസ്തുവിൽ നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുക. ഇതാണ് യേശുക്രിസ്തുവിൽ നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം. നമുക്കെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല അല്ലേ? എന്തുകൊണ്ടാണ് എപ്പോഴും നമുക്ക് സന്തോഷത്തോടെ വസിക്കാൻ സാധിക്കാത്തത്? ഒരിക്കലും ഒരു ധ്യാനഗുരു പറഞ്ഞ ഒരു കഥ ഇപ്രകാരം ഓർക്കുകയാണ്. ഒരു മരത്തിൻ്റെ ചില്ലയിൽ 2 പക്ഷികൾ, ഇണക്കിടികൾ, ആർത്ത് ഉല്ലസിച്ച് സന്തോഷിച്ച് വസിക്കുക. നമുക്കറിയാം, പക്ഷികൾ സന്തോഷിച്ച് വസിക്കുന്നത് ഒച്ചപ്പാടുണ്ടാക്കി, ബഹളമുണ്ടാക്കി, ആനന്ദത്തോടെ വസിക്കുക. അതിനിടയ്ക്ക് ഒരു പക്ഷി മറ്റേ പക്ഷിയോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു: നമ്മുടെ ജീവിതം എന്തൊരു സന്തോഷമല്ലേ, ദുഃഖമില്ല, ദുരിതമില്ല, കഷ്ടപ്പാടില്ല, എന്തുമാത്രം ആനന്ദമാണ്. താഴേക്ക് വിരൽ ചൂടി താഴെക്കൂടെ നടക്കുന്ന നമ്മെപ്പോലെയുള്ള മനുഷ്യന്മാരെ കാണിച്ചുകൊണ്ട് ഈ പക്ഷി ചോദിച്ചു: മനുഷ്യന്മാരെ നോക്കിക്കേ, ഒന്നിൻ്റെ മുഖത്തൊരു സന്തോഷമില്ല, ആർക്കും ഒരു ആനന്ദമില്ല, എന്തുകൊണ്ടായിരിക്കും മനുഷ്യന്മാരെല്ലാം ഇങ്ങനെയായിപ്പോയത്? അപ്പോൾ ചോദ്യം കേട്ട പക്ഷി ഇങ്ങനെ മറുപടി പറയുകയാണ്: അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത്, നമുക്കറിയാമല്ലോ, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള സത്യം നമുക്കറിയാമല്ലോ. ഒരുപക്ഷെ ഈ സത്യം മനുഷ്യർക്ക് അറിയില്ലായിരിക്കും. പ്രിയമുള്ളവരെ, ഈ സത്യം നമുക്കറിയാമെങ്കിൽ, ഈ സത്യം നാം വിശ്വസിക്കുന്നെങ്കിൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുക. ഈശോ നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നത് എപ്പോഴും സന്തോഷത്തിൻ്റെ ഒരു ജീവിതമല്ല, എപ്പോഴും വലിയ ആനന്ദങ്ങളൊന്നുമല്ല, കഷ്ടപ്പാട്, ദുരിതമെല്ലാം ഉണ്ട്. യോഹന്നാൻ സുവിശേഷം 16:33 ഇങ്ങനെ പറയുകയാണ്: ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ഞാൻ ലോകത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ലോകത്തിൽ ഞെരുക്കമുണ്ടാകും, പക്ഷേ അപ്പോഴും നാം സന്തോഷത്തോടെ വസിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഒരുമിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ, കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ, നമുക്കറിയാം, സഭാചരിത്രം പഠിച്ചാൽ രക്തസാക്ഷികളായ വ്യക്തികൾ 100 കണക്കിന് വ്യക്തികളോ, 1000 വ്യക്തികളോ, 10,000 വ്യക്തികളോ, ലക്ഷക്കണക്കിന് വ്യക്തികളോ അല്ല. രക്തസാക്ഷികളായ വ്യക്തികൾ കോടിക്കണക്കിന് വ്യക്തികളാണ്. കോടിക്കണക്കിന് വ്യക്തികൾ ലോകത്തിൽ തിരുസഭയിൽ രക്തസാക്ഷികളായി മാറി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ കാലഘട്ടങ്ങളിലും ഒത്തിരി രക്തസാക്ഷികൾ വിദേശ രാജ്യങ്ങളിലെല്ലാം രക്തസാക്ഷിത്വം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞൊടി നേരത്തേക്കുള്ള കഷ്ടപ്പാട് ഓർക്കുമ്പോൾ, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള കഷ്ടപ്പാടുകൾ വളരെ നിസ്സാരമായിട്ട് കരുതുകയാണ്. തിരിച്ചറിയുക, ഒരുപക്ഷെ നമ്മളൊക്കെ സഹനത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം. രോഗപീഠകളോ, ദുഃഖങ്ങളോ, കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ തിരിച്ചറിയുക, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഈ കാലഘട്ടങ്ങളിലെ കഷ്ടപ്പാടുകൾ വളരെ നിസ്സാരമാണ്. അതുകൊണ്ട് കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീര് ഒട്ടും സാരമില്ല. ഹല്ലേലൂയ. നമുക്കത് പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഈ കാലഘട്ടത്തിലെ കഷ്ടപ്പാടുകൾ വളരെ നിസ്സാരമാണ്. കാരണം വിശുദ്ധർ സ്വർഗത്തിലേക്ക് നോക്കി
രക്തസാക്ഷികൾ സ്വർഗത്തിലേക്ക് നോക്കി അഭിമാനത്തോടെ സന്തോഷത്തോടെ അവർ മരണത്തെ സ്വീകരിച്ചു, സഹനത്തെ സ്വീകരിച്ചു. ഒരുപക്ഷെ ഞാനും നിങ്ങളുടെ ഈ കാലഘട്ടങ്ങളിൽ രോഗത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ, പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലെങ്കിൽ, ദുഃഖപീഠകളുണ്ടെങ്കിൽ, തകർച്ചകളുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ പരാജയമുണ്ടെങ്കിൽ തിരിച്ചറിയുക, ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പാടാൻ പോവുക, ദൈവത്തെ ആരാധിക്കാൻ പോവുക. കഷ്ടങ്ങൾ സാരമില്ല, അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്ന ഒരു ദൈവം, അനുഗ്രഹിച്ചുയർത്താൻ കാത്തിരിക്കുന്ന ഒരു ദൈവം, നിനക്ക് വേണ്ടി അനുഗ്രഹം ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഒരു ദൈവം. കരങ്ങളടിച്ച് പരസ്പരം മുഖത്തിലേക്ക് നോക്കി ഒന്ന് ചലിച്ചുകൊണ്ട് പറയണം, കഷ്ടങ്ങൾ സാരമില്ല. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ഈശോ പറഞ്ഞു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ പോയി കഴിഞ്ഞ് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കുന്നതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു വരും. പ്രിയന്റെ വരവിനായി ധ്വനി മുഴങ്ങുമ്പോൾ സ്വർഗത്തെ ലക്ഷ്യം വെച്ച്, സ്വർഗത്തെ സ്നേഹിച്ചുകൊണ്ട്, സ്വർഗത്തെ ആരാധിച്ചുകൊണ്ട് പാടാം നമുക്ക് പ്രിയന്റെ വരവിൻ. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കൈകൾ ഉയർത്തി കണ്ണുനീർ സാരമില്ല. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. പ്രിയമുള്ളവരെ, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ആനന്ദത്തോടെ പറയാം, യേശുവിനോട് പറയാം, കർത്താവേ എനിക്ക് കഷ്ടങ്ങൾ സാരമില്ല. പാദങ്ങൾ മാറ്റിച്ചവിട്ടി, കാലുകൾ മാറ്റിച്ചവിട്ടി, സന്തോഷത്തോടെ അഭിമാനത്തോടെ സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വർഗത്തെ നോക്കി, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, എന്റെ ദൈവം ഒരുക്കിയിരിക്കുന്ന ഭവനത്തോട് തുലനം ചെയ്യുമ്പോൾ യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുക നാം. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും
ആരാധിക്കാം, സ്തുതിക്കാം കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം, ജീവനോടെ ആരാധിക്കാം, സർവശക്തരെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയരട്ടെ, സ്വരമുയർത്തി സ്തുതിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗപീഠകളെ പ്രതി, ദുഃഖപീഠകളെ പ്രതി, തകർച്ചകളെ പ്രതി, പരാജയങ്ങളെ പ്രതി, ദുർബലങ്ങളെ പ്രതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. നമുക്ക് നമ്മോട് പറയാം, നമ്മോട് തന്നെ പറയാം, കഷ്ടങ്ങൾ എനിക്ക് സാരമില്ല, കണ്ണുനീറുകൾ എനിക്ക് സാരമില്ല. കാരണം ലഭിക്കാൻ പോകുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടപ്പാടുകൾ വളരെ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു, വളരെ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് കഷ്ടങ്ങൾ സാരമില്ല, എന്റെ കണ്ണുനീർ സാരമില്ല, രോഗപീഠകൾ സാരമില്ല, ദുരിതങ്ങൾ സാരമില്ല. കരങ്ങൾ വീണ്ടും ഉയർത്താം സ്വർഗത്തിലേക്ക്, സർവശക്തന്റെ സന്നിധിയിലേക്ക്. എല്ലാം നമുക്ക് അവിടുത്തെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-ാം തിരുവചനം. ഉസിയ രാജാവ് മരിച്ച വർഷം ദൈവമായ കർത്താവ് ഉന്നതമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നതായിട്ട് കണ്ടു. ഉസിയ രാജാവ് മരിച്ച വർഷം ദൈവമായ കർത്താവ് ഉന്നതമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. പ്രിയമുള്ളവരെ, ഉസിയ രാജാവ് മരിച്ചപ്പോൾ രാജ്യം ഭയപ്പെട്ടു, മന്ത്രിമാരും പ്രജകളെല്ലാം ഭയപ്പെട്ടു. കാരണം ഞങ്ങളെ ഭരിക്കാൻ ഇനി ആരുമില്ല, ഞങ്ങളെ സംരക്ഷിക്കാൻ ആരുമില്ല. ചുറ്റും ശത്രു സൈന്യങ്ങളാ, ചുറ്റും ശത്രുക്കളാ, ചുറ്റുമുള്ളത് ശത്രു രാജ്യങ്ങളാ. ഞങ്ങളുടെ പ്രധാനപ്പെട്ട രാജാവ്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ, കരുത്തനായവൻ മരിച്ചു. ഉസിയ രാജാവ് മരിച്ചു. ഇനി ആര് സഹായിക്കും, ആര് സംരക്ഷിക്കും? രാജ്യം മുഴുവൻ നിലവിളിക്കുകയാ, രാജ്യം മുഴുവൻ ഭയപ്പെടുകയാ, രാജ്യം മുഴുവൻ ദുഃഖിക്കുകയാണ്. പക്ഷേ പ്രവാചകൻ നോക്കുമ്പോൾ പ്രവാചകൻ കാണുകയാണ്, ഉന്നതമായ സിംഹാസനത്തിൽ ദൈവമായ കർത്താവ് ഉപവിഷ്ടനായിരിക്കുന്നു. പ്രിയമുള്ളവർ, തിരിച്ചറിയുക, നമ്മുടെ ജീവിതത്തിലെ വഴികൾ അടയുമ്പോൾ, പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോൾ, ജീവിത മാർഗങ്ങൾ അടയുമ്പോൾ, ആരിൽ ആശ്രയം വെച്ചോ, ആര് സങ്കേതം വെച്ചോ അവർ ഉപേക്ഷിക്കുമ്പോൾ, ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ തിരിച്ചറിയുക, ഇവിടെ നിന്റെ അവസാനമല്ല. എല്ലാവരും നഷ്ടപ്പെട്ടാലും, ആര് സഹായിക്കാനില്ലെങ്കിലും, ഉന്നതമായ സിംഹാസനത്തിൽ, ഉന്നതമായ സിംഹാസനത്തിൽ, ഉന്നതമായ സിംഹാസനത്തിൽ നിന്റെ ദൈവമായ കർത്താവ് ഉപവിഷ്ടനാ. മരിച്ചത് ഉസിയ രാജാവ് മാത്രമാ, എന്നാൽ രാജാക്കന്മാരുടെ രാജാവ്, സൈന്യങ്ങളുടെ കർത്താവ്, അവനിപ്പോഴും ജീവിച്ചിരിക്കുന്നു, അവനിപ്പോഴും ജീവിച്ചിരിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാതെ നമ്മുടെ ജീവിതങ്ങളിൽ പ്രിയമുള്ളവരെ തിരിച്ചറിയുക. തകർച്ചകളുണ്ടെങ്കിൽ, പരാജയങ്ങളുണ്ടെങ്കിൽ, രോഗപീഠകളുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവർ കൈവിട്ടുപോയാലും തിരിച്ചറിയുക, ഉന്നതമായ സിംഹാസനത്തിൽ, നിന്റെ ഭവനത്തിൽ, നിന്റെ ജീവിതത്തിൽ നിന്റെ ദൈവം ഉന്നതമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുകയാണ്. കരങ്ങൾ വീണ്ടും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. ഉന്നതമായ സിംഹാസനത്തിൽ ഇരിക്കുന്ന സർവശക്തനെ കാണാം. എല്ലാവരും നഷ്ടപ്പെട്ടപ്പോൾ,
എല്ലാവരും ഒഴിവാക്കിയപ്പോൾ, ഉപേക്ഷിച്ചപ്പോൾ, ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ, പണം നഷ്ടപ്പെട്ടപ്പോൾ, ദുരിതങ്ങൾ ഉണ്ടായപ്പോൾ, കണ്ണുനീരിൽ കഴിയുമ്പോൾ, എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ, ഇതാ ഉന്നതമായ സിംഹാസനത്തിൽ നിന്റെ സംരക്ഷകൻ, ഉന്നതമായ സിംഹാസനത്തിൽ നിന്റെ ദൈവം, ഉന്നതമായ സിംഹാസനത്തിൽ നിന്റെ കർത്താവ് ഉപേക്ഷനായിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ആ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 വിളിക്കട്ടെ യേശുവിനെ, സ്വരമുയർത്തി വിളിക്കട്ടെ ഉന്നതമായ സിംഹാസനത്തിലിരിക്കുന്ന ക്രിസ്തുവിനെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആപത്തിലൂടെ കടന്നു പോകുമ്പോൾ, ആപത്ത് വേളയിലൂടെ കടന്നു പോകുമ്പോൾ കൈവിടാത്ത ഒരു ദൈവം, കണ്ണുനീരിന്റെ സമയങ്ങളിൽ നിന്നെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം, നിന്റെ ആനന്ദത്തിന്റെ സമയങ്ങളിലും ദുഃഖത്തിന്റെ സമയങ്ങളിലും നിന്നോട് ചേർത്തിരിക്കുന്ന ഒരു ദൈവം. നിന്റെ ദൈവം ഉറങ്ങുന്നില്ല, അവൻ മയങ്ങുന്നുമില്ല. നിന്റെ കർത്താവ് ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. ഉറങ്ങാതെ മയങ്ങാതെ കാത്തിരിക്കുന്ന ഒരു ദൈവം. ആ കരങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം, ആ കരങ്ങളിൽ നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം, ആ കരങ്ങളിൽ നമ്മുടെ ഭാവിയെ സമർപ്പിക്കാം, ആ കരങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കാം, ആ കരങ്ങളിൽ നമുക്കുള്ളതെല്ലാം സമർപ്പിക്കാം. അവനെ കാണാം, അവനെ കാണാം, ക്രിസ്തുവിനെ കാണാം. എന്നെ അനുഗ്രഹിക്കുന്നവൻ, എന്നെ സഹായിക്കുന്നവൻ, എന്റെ കണ്ണുനീർ ഒപ്പുന്നവൻ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് അകലാത്ത യേശു, അകലാത്ത യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ആപത്തു വേളകളിൽ, ആനന്ദ വേളകളിൽ, അകലാത്ത യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ഈശോയോട് പറയാ, കർത്താവേ, കുശവന്റെ കയ്യിലുള്ള കളിവുണ്ട് പോലെ കർത്താവിന്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുകയാണ്. യേശുവേ, അവിടുന്ന് ഉപയോഗിക്കണമേ, അവിടുന്ന് ഒരുക്കി വാർക്കണമേ, അവിടുന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ ഇതിനെ പടുതുയർത്തണമേ. കളിപ്പണ്ടി പോലെ എന്നെ സമർപ്പിക്കുന്നു. അവിടുന്ന് കുശവനാ, അവിടുന്ന് എന്റെ സൃഷ്ടാവാ, അവിടുന്ന് എന്നെ സൃഷ്ടി ചെയ്യണമേ. പ്രാർത്ഥിക്കാം അവനോട്. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. മനനീടണമേ, വാർത്തെടുക്കണേ, ദിവ്യഗീതം പോലെ ഏഴയാമെന്നേ. മെനഞ്ഞിടണമേ, വാർത്തെടുക്കണേ, ദിവ്യഗീതം പോലെ ഏഴയാമെന്നേ. ആപത്തു വേളകളിൽ, ആനന്ദ വേളകളിൽ,
എൻ യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത എൻ യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ഈശോയോട് പ്രാർത്ഥിക്കാൻ, കർത്താവേ, എൻ്റെ മുറിവേറ്റ ശരീരത്തെ, എൻ്റെ മുറിവേറ്റ ജീവിതത്തെ, എൻ്റെ മുറിവേറ്റ മനസ്സിനെ അവിടുത്തെ മുറിവേറ്റ കരങ്ങൾ കൊണ്ട് ആസ്വദിക്കണമേ. ആ കരങ്ങൾ വെച്ച് എന്നെ അനുഗ്രഹിക്കണമേ. ആ കരങ്ങൾ എനിക്ക് സൗഖ്യമായി തീരട്ടെ. അവിടുത്തെ ആത്മാവിൻ്റെ പുത്തൻ അഭിഷേകത്താൽ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അവിടെ തന്നെ ആസ്വദിക്കണമേ, അവിടെ തന്നെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കാം ഈശോയോട്. എനിക്കായി മുറിവേറ്റ തിരുക്കരങ്ങൾ എൻ ശിരസിൽ വച്ചാശീർവദിക്കണേ. എനിക്കായി മുറിവേറ്റ തിരുക്കരങ്ങൾ എൻ ശിരസിൽ വച്ചാശീർവദിക്കണേ. അങ്ങയുടെ ദിവ്യ മാവിനാൽ എന്നെ അഭിഷേകം ചെയ്ത അനുഗ്രഹിക്കണേ. അങ്ങയുടെ ദിവ്യമാവിനാൽ എന്നെ അഭിഷേകം ചെയ്ത അനുഗ്രഹിക്കണേ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത എൻ യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത എൻ യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. കരങ്ങൾ തുറന്ന് വിളിച്ച് ഋതുവേളകളിൽ ഈശോയെ കണ്ടുകൊണ്ട് പാടുന്നു. ആനന്ദവേളകളിൽ അകലാത്ത എൻ യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത എൻ യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അങ്ങയുടെ പാദം കുമ്പിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ തുറന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധിക്കാം. അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തമായിട്ടിരിക്കാം.